നമസ്കാരം. കേരള മനോഹരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂവാറാണ്. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഈ പൂവാർ വന്ന സ്ഥിതിക്ക് ലീല ബാക്ക് വാട്ടേഴ്സ് ക്രൈസ് അല്ലേ, നമ്മൾ ഒന്ന് അടിച്ചു പൊളിക്കാൻ പോകണം. ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ബോട്ട് ചെയ്താലോ ഒന്ന്? ഏതാ ആ ബോട്ടിൽ പോകാം. വരൂ. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും ആലപ്പുഴ മാത്രമായിരുന്നു ഇത്തരം ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ ഓരോ ഇടങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞം പൂവാർ ഏരിയകളിലല്ലേ ഇത്തരം ജലസമൃദ്ധമായ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മാക്സിമം ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് അതിനെ പാകപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെറിയൊരു ബോട്ടിങ്ങാണ്. ബോട്ടിങ്ങിനിടയിൽ നമുക്ക് കണ്ടൽ കാടുകൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ കാണാൻ പറ്റും? മാംഗ്രോവ്സ്, ഗോൾഡൻ സാൻഡ് സീ അല്ലേ. അപ്പോൾ ബോട്ട് യാത്ര ആരംഭിക്കുന്നു. പൂവാറിൽ നിന്നും പൂവാറിലേക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കൗതുകമുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന പൂവാറിൻ്റെ മനോഹാരിതകൾ തേടി ഇങ്ങനെ യാത്ര ആരംഭിക്കുന്നു. കേരളം മനോഹരം. നമ്മുടെ കേരളത്തിൻ്റെ 14 ജില്ലകളിലും നമ്മൾ അറിഞ്ഞതും അറിയാത്തതും അറിയാനുള്ളതുമായ ധാരാളം കാഴ്ചകൾ ഒളിഞ്ഞും മറഞ്ഞും ഇരിപ്പുണ്ട്. കണ്ട കാഴ്ചകളാണ് കൂടുതലും കാണുന്നത്. ചിലയിടങ്ങളിൽ കാണാത്ത കാഴ്ചകൾ നമുക്കായി മാറി നിൽപ്പുണ്ട്. അവിടേക്ക് കൂടി നമ്മൾ പോകാറുണ്ട്. പൂവാറിലെ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം പൂവാറിൽ ധാരാളം വിനോദസഞ്ചാരികൾ വന്നു പോകുന്നൊരിടമാണ്. അതുകൊണ്ട് തന്നെ പൂവാറിൻ്റെ സവിശേഷത നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും പൂവാറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പൂവാറിലേക്ക് നേരത്തെ വരണം കൊതിച്ചിരുന്നിട്ട് വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിതൊരു പ്രചോദനമാകുമെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ കേരള മനോഹരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഇന്ന് പൂവാറിൻ്റെ ഈ വെള്ളത്തിന് ഒരു വ്യത്യാസമുണ്ടല്ലേ. ഇന്നലെ നല്ല മഴയായിരുന്നല്ലേ. മഴ പെയ്യുമ്പോൾ പിന്നെ നിറം ഒന്ന് മാറും. മറ്റെങ്ങുമില്ലാത്തൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ പൊഴിക്കുള്ളത്, അല്ലെങ്കിൽ ഈ കടലും കായലും കൂടി സംഗമിക്കുന്ന ഇടത്തിനുള്ളത്. ഇത് സാധാരണ ഇടങ്ങളിലൊക്കെ എപ്പോഴും എല്ലാ സമയങ്ങളിലും ഇത് ഇങ്ങനെ ഒന്നായി കിടക്കും, ഒന്നായി ചേർന്ന്, കടലും കായലും തമ്മിൽ ചേർന്ന് കിടക്കും, ഇങ്ങനെ ഓളം വെട്ടി കിടക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ചില സമയങ്ങളിൽ കടൽ തന്നെ മണ്ണ് കൊണ്ടിട്ട് ആ പൊഴി അങ്ങ് അടയ്ക്കും, അണകെട്ടും സ്വന്തമായിട്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ സമയം കഴിയുമ്പോൾ വീണ്ടും അത് ഇങ്ങനെ കൂടിച്ചേരുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടുത്തെ പൊഴിയുടെ എസ്റ്റുറി, ഈ പറയുന്നത് ഈ സംഗമിക്കുന്ന ഇടത്തിന് പറയുന്ന എസ്റ്റുറി എന്നാണ് പറയുന്നത്, എസ്റ്റുറി ഐലൻഡ്. ബോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നിടത്ത് കണ്ടൽ, മനോഹരമായ കണ്ടൽ കാടുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ പണ്ട് ഈ സാമ്പ്രാണിക്കൊടി പോയപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, 5 തരം കണ്ടലുകളാണുള്ളതെന്ന്. 5-ലധികം ഉണ്ട്. പക്ഷേ നമ്മൾ അന്ന് അവിടെ 5 പരം കണ്ടലുകൾ കാണാൻ പറ്റിയിരുന്നു. ഇതും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടലുകളാണ് ഇതൊക്കെ ഇവിടെ കാണുന്നത്.
കണ്ടൽ ഒരു സെക്ഷൻ കഴിഞ്ഞു, അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒരു സാധാരണ കുറച്ച് വെള്ളം കുറവാണ്, അതുകൊണ്ട് നമുക്ക് ബോട്ടിന് വളരെ വേഗത കുറച്ച് മാത്രമേ പോകാൻ പറ്റൂ. നമ്മൾ അനാക്കോണ്ട സിനിമ കണ്ടപ്പോൾ നമ്മൾ ഭയന്നു പോയ ചില ദൃശ്യങ്ങളുണ്ട് അല്ലേ? നമ്മളെ അത്ഭുതപ്പെടുത്തിയ, നമ്മൾ ഭയന്നു പോയ ചില നിമിഷങ്ങൾ ആമസോൺ കാടുകളിൽ ചിത്രീകരിച്ച ആ വിഷ്വൽ ബ്യൂട്ടി, അല്ലെങ്കിൽ ആ വിഷ്വൽ ആ ഒരു ഭീകരതയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. ഇത് കണ്ടൽക്കാടിൽ നമ്മൾ കാണുന്ന മൊട്ട് പിന്നെ പൂവായി മാറി ഒരു നക്ഷത്രം പോലെ മാറും, നക്ഷത്രം പോലെ പിങ്ക് നിറത്തിലുള്ളൊരു പൂവായി മാറും. അതിനുശേഷം ഇതിങ്ങനെ പൊഴിഞ്ഞ് ഈ ആറിലേക്ക് വീഴും. അങ്ങനെ പുലർകാലത്ത് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ ആറ് മുഴുവൻ പൂവായിരിക്കും. അങ്ങനെ പൂവ് വീണ ആറ്, പൂവ് നിറഞ്ഞ ആറ് പൂവാറായി മാറി എന്നാണ് പറയുന്നത്. അതിന് കാരണക്കാരൻ ഇവരാണ്. കണ്ടൽക്കാടിൽ പറന്നിരിക്കുന്ന ഒരു പൊന്മാനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 10-15 ഇവിടെ എത്ര മിനിറ്റ് യാത്ര ചെയ്തു? നമ്മൾ അരമണിക്കൂർ യാത്ര ചെയ്തു. അരമണിക്കൂർ ബോട്ടിലൂടെ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഈ കണ്ടൽക്കാടിൽ കാണാൻ പറ്റി. പൂവാറെങ്ങനെ പൂവാറായി മാറി എന്നും മനസ്സിലാക്കി. പിന്നെ ആമസോൺ കാടുകളിലൂടെ വരുന്ന പോലുള്ളൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടുള്ള യാത്ര നടത്തി. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഇപ്പോൾ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ ആടി ഉലഞ്ഞിങ്ങനെ, അതായത് ഈ തിരമാലകൾക്കൊപ്പം അല്ലെങ്കിൽ തിരകൾക്കൊപ്പം അല്ലെങ്കിൽ ഓളങ്ങൾക്കൊപ്പം കളിക്കുന്ന വള്ളത്തിൽ അല്ലെങ്കിൽ ബോട്ടുകളിൽ ഇരുന്നു കൊണ്ട് നമുക്കിങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഒരുക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. ഇത് പല വ്യക്തികളുടെ പ്രോപ്പർട്ടീസാണിത്. മീൻസ് ഓരോരോ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ചായ കുടിക്കണോ, ഫുഡ് കഴിക്കണോ, എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാം. പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മരുഭൂമിയാണ് തോന്നുന്നു. അങ്ങോട്ട് നോക്കൂ, ക്യാമലിൻ്റെ പുറത്ത് പോകുന്ന അറബ് നാട്ടിലൂടെ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. നമ്മളിതാ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. പൂവാറിലെ ഏറ്റവും മനോഹരമായ മണൽത്തിട്ടകൾ നിറഞ്ഞ ഒരിടത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മണൽത്തിട്ട, ഇത് സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുന്ന സമയത്ത് സ്വർണ്ണ വർണ്ണത്താൽ ഈ മണലുകൾ ഇങ്ങനെ തിളങ്ങും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കാണാനാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് സഞ്ചാരികൾ ഇങ്ങനെ ദിനം പ്രതി വന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഗോൾഡൻ സാൻഡ് ബീച്ച്, ഇവിടുത്തെ മണൽത്തരികൾക്ക് സ്വർണ്ണ വർണ്ണമാണ്. നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തുള്ള ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന ഒരിടം കൂടിയായി മാറുകയാണ് നമ്മുടെ നാട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷേ എങ്കിലും അത്തരം സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്.
കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞ പോലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അവനവൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് കച്ചവടക്കാരും ഇവിടെ ഉണ്ട്. ഒരു കാലത്ത് പൂവാറ് എന്ന് പറയുന്ന ഇവിടം ചന്ദനം, മരങ്ങൾ, ദന്തം ഒക്കെ കച്ചവടം നടത്തുന്ന ഒരു ഇടം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ BC 1000 ഇസ്രായേലിലെ സോളമൻ ചക്രവർത്തിയുടെ കപ്പലുകൾ പല പ്രാവശ്യം ഇവിടെ വന്നു പോയതായും പറഞ്ഞു കേൾക്കുന്നു ചരിത്രം. Your name, please? Varat Shinde. Varat Shinde from where? Subscriber. From Maharashtra. From Maharashtra? Yeah. Okay. Which standard में studying you? 7th. 7th. किसका स्कूल का नाम क्या है? कृष्णाराव भेगड़े. कृष्णा? पुणे में है. आपका बेटा? नाम क्या है? Anshu. Anshis. Okay, nice to meet you. How do you feel this area? Nice. ഓക്കെ. പേരെന്താ? ജോസേട്ടൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വിനോദസഞ്ചാരികൾ പൂവാറെത്തി കഴിഞ്ഞാൽ ഇവിടെ ജോസേട്ടൻ ഫോട്ടോ എടുത്ത് തരും. നമുക്ക് നോക്കട്ടെ, എൻ്റെ പ്രോസസ്സിങ് കാണാം. നമ്മൾ ഈ ടൂറിസ്റ്റുകൾ മായി ബന്ധപ്പെട്ട് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് നാടിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൂവാറിലെത്തി കഴിഞ്ഞാൽ ജോസേട്ടൻ്റെ ടീം, അവൻ്റെ പേരെന്താ? ഷമീൻ? രാഹുൽ. നോക്കട്ടെ. ജോസേട്ടാ കവറിലിട്ട് തരൂ. താങ്ക് യു. എത്ര രൂപയാണ് ഇതിന്? 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു ഫോട്ടോയ്ക്ക് 50 രൂപ. 50 രൂപ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോസേട്ടൻ 50 രൂപയ്ക്ക് ഒരു ഫോട്ടോ എടുത്ത് തരും. രണ്ട് ഒട്ടകത്തെ അങ്ങ് വാങ്ങി, ലക്കിയും ഷാലു. വിനോദസഞ്ചാരികൾക്ക് ഇത്രയേറെ കൗതുകമുണർത്തുന്ന കാഴ്ച. സാധാരണ നമുക്ക് ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മണലാരണ്യങ്ങൾ, അതായത് നമ്മുടെ അറബ് കൺട്രീസിൽ പോയാൽ മാത്രമായിരിക്കും നമുക്ക് ഒട്ടകങ്ങളൊന്ന് കാണാനും ഇങ്ങനെ തൊടാനും ഒട്ടകത്തെ പുറത്ത് കയറി സഞ്ചരിക്കാനും പറ്റുന്നത്. പക്ഷേ നിങ്ങൾ പൂവാർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗോൾഡൻ സാൻഡ് ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒട്ടകങ്ങളുടെ മുകളിൽ കയറുന്ന യാത്രയുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. യാഷിൻ പറഞ്ഞേ വാ. യാഷിനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. യാഷിൻ മോങ്ങ് ജനം കാണട്ടെ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഗോൾഡൻ സാൻഡ് ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ യാഷിനെ ഒന്ന് കണ്ടാൽ യാഷിൻ്റെ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ പറ്റും അല്ലേ? കയറി ഫോട്ടോ എടുക്കാൻ മൂവ് ചെയ്യോ? അതോ പേര് റൈഡിംഗ് ഉണ്ട്? ഫോട്ടോ എടുക്കാം നമുക്ക്. എത്ര രൂപയാണ് നിങ്ങൾ മേടിക്കുന്നത്? റൈഡിംഗ് എന്ന് വെച്ചാൽ ഇത് വന്ന് ഒരാൾക്ക് 200, 2 പേർക്ക് 300. 2 പേർക്ക് വേണമെങ്കിൽ 300. കയറി ഇരിക്കാൻ ഫോട്ടോ എടുക്കാനാണെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വലിയൊക്കെ ആണെങ്കിൽ 50 രൂപ. ചുമ്മാ കയറി ഇരിക്കാമല്ലോ നമുക്കൊന്ന്. ഞാൻ വീഴുവോ? ലക്കിയിൽ കയറട്ടാ? വേറെ ഒന്നും വേണ്ട, സപ്പോർട്ട് വേണ്ടേ? അമ്പോ. കേരളത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാട്ടുന്നതോടൊപ്പം ഇത്തരം കൗതുകമായ ചില കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂവാറാണ്. പൂവാറിലെ മനോഹരമായ കടൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാട്ടിക്കൊണ്ടിരിക്കുന്നു. കടലിന് സമീപത്തുള്ള കാഴ്ചകൾ കാട്ടുന്നു. താങ്ക് യു യാസിൻ, താങ്ക് യു സോ മച്ച്.
ഇനിയുള്ള യാത്ര ഏറ്റവും കൗതുകമുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, കായലും കടലും കൂടി സംഗമിക്കുന്ന പൊഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അണിമുഖം, അഴിമുഖം എന്നൊക്കെ പറയുന്ന ഇടത്തേക്കാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കായലും കടലും തമ്മിൽ സംഗമിക്കാറുണ്ടെങ്കിലും ഇവിടുത്തെ പ്രത്യേകത പ്രകൃതി തന്നെ അണകെട്ടി മാറ്റപ്പെടുന്ന ഒരു സ്ഥലമാണിത്. കടൽ മണ്ണിങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് കായലിലെയും കടലിലെയും തമ്മിൽ വേർതിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ, ആവശ്യം കഴിയുമ്പോൾ, നമ്മുടെ നാട്ടിൽ വെള്ളം പെരുകുമ്പോൾ സമയത്ത് നാട്ടുകാർ തന്നെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഇടപെട്ടിട്ട് തന്നെ ഡ്രഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളം വീണ്ടും കടലിലേക്ക് ഇറങ്ങും. അങ്ങനെ പ്രകൃതിദത്തമായ അണകെട്ടുന്ന ഒരിടം കൂടിയാണ് ഇവിടം. അതുകൊണ്ടാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു കാര്യം കൂടി, ഇതിനെ പൊഴിയൂരെന്നാണ് പറയുന്നത്. പൊഴിയുള്ളത് കൊണ്ടാവാം ഈ ഊരിനെ പൊഴിയൂർ എന്ന് പറയുന്നത്. ഏറ്റവും കൗതുകം, ഒരു ഭാഗം കേരളവും മറുഭാഗം തമിഴ്നാടുമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായ എന്നാൽ കൗതുകമുള്ള മറ്റൊരു കാഴ്ച. മൈക്കലാഞ്ചലോയുടെ പിയാത്ത, ഏറ്റവും മനോഹരമായ, ഏറ്റവും ദിവ്യമായ ശില്പത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൂവാറെത്തിയാൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു കാഴ്ച കൂടിയാണത്. കണ്ണുകൾക്ക് ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരിടം കൂടിയാണ് പൂവാർ. ഇതാ ഒഴുകി നടക്കുന്ന വീടുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ഓളങ്ങൾക്കനുസരിച്ച് തുള്ളിക്കളിക്കുന്ന ഇത്തരം കെട്ടിടങ്ങളാണ് കണ്ണിന് ഏറെ കൗതുകമുണർത്തുന്നത്. അല്പം കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അങ്ങ് അകലെ ആ പാറയുടെ മുകളിൽ കാണുന്നതാണ് മാടൻ കോവിൽ. ഇവിടെ മാടൻ്റെ വാസമുണ്ടെന്നാണ് ഇപ്പോഴും കരുതപ്പെടുന്നത്. ഓരോരോ വിശ്വാസങ്ങളാണ് നമ്മളെ ഓരോ നിമിഷവും ജീവിക്കാൻ പ്രേരിപ്പിക്കാറുള്ളത് എന്ന് പറയുന്ന പോലെ ചില വിശ്വാസങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്താറുമുണ്ട്. ചില വിശ്വാസങ്ങൾ കൗതുകമുണർത്തുന്നതാണ്. ഇവിടെ ഒരു മാടൻ്റെ ആവാസ വ്യവസ്ഥയുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. മാടൻ ഇപ്പോഴും വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് എലിഫന്റ് റോക്ക്. ആന ഇങ്ങനെ മണ്ണിൽ പതിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് ആനയല്ല, അതൊരു പാറയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയരിയിൽ കാണുന്ന, ഹൈവേ സൈഡിൽ കാണുന്ന, ബൈപ്പാസ് സൈഡിൽ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റിലല്ല ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മുന്നിൽ കാണുന്നത് നിറയെ ബോട്ടുകളാണ്, അല്ലെങ്കിൽ നിറയെ മണൽത്തിട്ടകളാണ് അങ്ങരിയിൽ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരുപാട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു കൗതുകമുണ്ട്, ഭയങ്കര രസമുണ്ട്. നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു താളത്തിലിങ്ങനെ കാഴ്ചകളെ കണ്ട് അസ്തമയ സൂര്യൻ ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. ആ കാഴ്ച കൂടി ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭംഗി, ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോഴും സഞ്ചാരികളുടെ എണ്ണത്തിന് അല്പം പോലും കുറവ് വന്നിട്ടില്ല. ചുറ്റും ക്രൗഡാണ്, നിറയെ ആൾക്കാരുണ്ട്. താങ്ക് യു, അടിപൊളി. അങ്ങനെ കായൽ യാത്ര അവസാനിച്ചു ഇന്നത്തെ. ഇനി കരയിലേക്ക് കയറുകയാണ്. സൂപ്പർ, അസാധ്യമായിരിക്കുന്നു. അപ്പോൾ
ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ അറിയണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പൂവാറിലേക്ക് വരിക. ഞാൻ താമസിച്ചത് ലീല ബാക്ക് വാട്ടേഴ്സ് ഇന്നിലായിരുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് പാക്കേജൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോയി മടങ്ങി വരാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. തളർന്നു, ഇനി നേരെ ഹോട്ടലിലേക്ക്. കണ്ടിട്ടും മതിവരാത്ത കാഴ്ചകൾ. ഈ ഗോൾഡൻ സീ മറ്റേ ബീച്ചൊക്കെ ഉണ്ട്, എന്ത് രസമല്ലേ, സ്വർണ്ണ മർണ്ണ നിറത്തിലുള്ള മണ്ണിൽ ഇങ്ങനെ കളിച്ച് നടക്കാനും. ഈ പറഞ്ഞ പോലെ കായലും കടലും കൂടി ചേരുന്ന ഒരു പ്രദേശം, മറ്റെങ്ങുമില്ലാത്ത കൗതുകവും ഭംഗിയൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. ഇനി ലീല ബാക്ക് വാട്ടേഴ്സിലേക്ക് ഞാൻ തിരിച്ചെത്തി. സന്ദീപ്, ഹലോ. ഓ സൂപ്പർ, അടിപൊളിയായിരുന്നു. റെസ്റ്റ് എടുക്കാൻ വന്നു. സാധാരണ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് തരാറുണ്ട്. ഇപ്പോൾ വീണ്ടും ഉണ്ട് കേട്ടോ. താങ്ക് യു. ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു, കാരണം രാവിലെ വരുമ്പോഴല്ലേ സാർ വെൽക്കം ഡ്രിങ്ക് ഉള്ളൂ അല്ലേ? പോകുമ്പോൾ ഉണ്ടോ? എപ്പോൾ ചോദിച്ചാലും കൊടുക്കും. പേരെന്താ പറഞ്ഞില്ലല്ലോ? വരും. അടുത്തേക്ക് സിന്ധു. എവിടെ വീട്? അടുത്ത് തന്നെയാണ്. ഓക്കെ, സന്തോഷം. നമ്മുടെ പേരെന്താ? കെവിൻ. വേറെ ആരെ? ഏതു. ഓക്കെ. അപ്പോൾ അടിപൊളി ലീല ബാക്ക് വാട്ടേഴ്സ് എന്നിൻ്റെ വെൽക്കം ഡ്രിങ്കും സ്വീകരിച്ചു. ഇനി യാത്ര പറഞ്ഞു പോകാനുള്ള സമയമാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും കേരളം മനോഹരം. താങ്ക് യു സോ മച്ച്.